ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ട് പോവുകയാണ്. ഹായ് പറ. ഇവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ ഓണ സെലിബ്രേഷനാണ് ഇന്ന്. അപ്പോൾ ബാക്കി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അത്തപ്പൂക്കെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് റെഡി ആയിരുന്നു ഗൈസ്. പിന്നെ നമ്മളവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പരിപാടി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഗൈസ്. കഴിഞ്ഞ വർഷം ഇവിടുത്തെ ഓണപ്പരിപാടിക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇത്രയും മലയാളികളുണ്ടെന്നുള്ള കാര്യം. ഇവിടെ അടുത്തായിട്ട് 2 നഴ്സിംഗ് കോളേജസ് ഉണ്ട്. അവിടെ കൂടുതലും പഠിക്കുന്നത് മലയാളികളാണ്. അപ്പോൾ ആ പിള്ളേരുടെയൊക്കെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒപ്പന കണ്ടില്ലേ, വൈബായിരുന്നു ഗൈസ്. കുറേ പരിപാടി ഉണ്ടായിരുന്നു ഈ പിള്ളേരുടെ തന്നെ. പിന്നെ അസോസിയേഷൻ മെമ്പേഴ്സിൻ്റെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, അവരുടെ മക്കളുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഈ ഡാൻസൊക്കെ കൊച്ചിൻ്റെ എന്തൊരു എനർജി ഉണ്ടെന്നറിയോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മെയിൻ പാർട്ട്, സദ്യയാണല്ലോ ഓണത്തിൻ്റെ മെയിൻ. അതുപോലെ ഓരോ സ്ഥലത്തും ഓരോ സദ്യയല്ലേ, കറികളിലൊക്കെ ഡിഫറൻസ് ഉണ്ടല്ലോ. ഇത് ഞങ്ങൾ കഴിച്ചത് പാലക്കാടൻ ടൈപ്പ് സദ്യയായിരുന്നു. അതുകൊണ്ട് തന്നെ കറികളിലും ആ ഡിഫറൻസ് കാണാനുണ്ടായിരുന്നു. ഇതിൽ കുറേ നമുക്കില്ലാത്ത കുറേ കറികളുണ്ടായിരുന്നു. പിന്നെ പരിപ്പുണ്ടായിരുന്നില്ല. പിന്നെ ആ സദ്യ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ഫീൽ അത് അടിപൊളിയായിരുന്നു. ഇതാണ് എന്തായാലും എൻ്റെ ഈ വർഷത്തെ ഓണസദ്യ. ഞാൻ നാട്ടിൽ പോകണില്ല, വീട്ടിലില്ലാത്ത ഫസ്റ്റ് ഓണം. ഞാൻ പായസം പഴത്തിൻ്റെ കൂടെ എല്ലാ അച്ചാർ കൂട്ടിയാണ് കഴിക്കുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.